കർത്താവേ, ക്ഷമിക്കേണ്ടവരോട് ക്ഷമിച്ചും സ്നേഹിക്കേണ്ടവരെ സ്നേഹിച്ചും ചേർത്തു നിർത്തേണ്ടവരെ ചേർത്തു നിർത്തിയും ദൈവകൃപയോട് ചേർന്ന് നിൽക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ. ഞാൻ ആ പ്രാർത്ഥന ഒന്നും കൂടെ പറയുവാണ്. അതിലായിരിക്കുക. മുടങ്ങാതെ വചനം കേൾക്കുന്നവർ, എത്രയോ അമ്മമാർ, എത്രയോ പിതാക്കന്മാർ, എത്രയോ യുവതീവാക്കൾ, എത്രയോ കുഞ്ഞുങ്ങൾ ദൈവവചനം ശ്രദ്ധിച്ചു കേൾക്കുകയും ചെയ്തു. അപ്പോൾ ഒരാൾക്കൊരു വലിയ വിഷമം ഉണ്ടായിരുന്നു. തലമുറകളില്ലല്ലോ എന്നൊരു ദുഃഖം. ആ കാര്യത്തിൽ ഈ വ്യക്തി റാഹേൽ വളരെ ദുഃഖിതയായിരുന്നു. നിങ്ങളേതെങ്കിലും കാര്യത്തിൽ ദുഃഖിതരാണോ? സങ്കടമോ ഒറ്റപ്പെടലോ ഒക്കെ അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണോ? റാഹേലിനെ ഓർത്ത് ദൈവം റാഹേലിനെ സ്മരിച്ചു, ഓർത്തു. പ്രാർത്ഥിക്കുന്ന എന്നെ നിങ്ങളെ ദൈവം ഓർക്കും. മനുഷ്യൻ മറന്നാലും ദൈവം മറക്കില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമ്മൾ മറന്നാലും ദൈവം അത് മറക്കില്ല. ദൈവം സ്മരിക്കും. ഓർത്തു, അവളുടെ പ്രാർത്ഥന കേട്ടു. അവളുടെ വന്ധ്യത്വം അവസാനിപ്പിക്കുകയും ചെയ്തു. അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. അവൾ പറഞ്ഞു, എൻ്റെ അപമാനം ദൈവം നീക്കിക്കളഞ്ഞിരിക്കുന്നു. ശ്രദ്ധിച്ച്, ആ വാക്യം ശ്രദ്ധിച്ച്. എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടപ്പം എൻ്റെ മേലുണ്ടായിരുന്ന അപമാനം, നാണക്കേട് ദൈവം നീക്കിക്കളഞ്ഞിരിക്കുന്നു. അപമാനം നീങ്ങിപ്പോ. നമുക്കൊക്കെ ഏറ്റവും വേദനയുള്ള, ശരീരത്തിൽ കത്തി കയറുന്നതിനേക്കാൾ വേദനയുണ്ട് അപമാനത്തിൻ്റെ വേദന, നാണക്കേട്. നമ്മൾക്കത് അനുഭവിക്കാൻ ഒത്തിരി പേരുണ്ട്. നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ കാരണത്താൽ അപമാനമൊക്കെ അനുഭവിച്ചിട്ടുണ്ടോ? വിദ്യാഭ്യാസമില്ലാത്തതിൻ്റെ പേരിൽ, വീടില്ലാത്തതിൻ്റെ പേരിൽ, സൗന്ദര്യമില്ലാത്തതിൻ്റെ പേരിൽ, വിദ്യാഭ്യാസത്തിൻ്റെ പേരിലോ എന്തിൻ്റെയൊക്കെ പേരിൽ മാറ്റി നിർത്ത